Hi everyone, welcome to our first section Introductory Microeconomics. So എൻ്റെ പേര് നാജിദ ഷറഫ് എന്നാണ്. ഞാൻ ലേൺവൈസിന്റെ പുതിയ എക്കണോമിക്സ് ഫാക്കൽറ്റി ആണ്. സോ നിങ്ങളെല്ലാം എക്കണോമിക്സ് സ്റ്റുഡൻസ് ആണ്. എക്കണോമിക്സ് ഇഷ്ടപ്പെട്ട് എടുത്ത കുട്ടികളാണെന്നാണ് വിശ്വസിക്കുന്നത്. എക്കണോമിക്സിൽ നമുക്ക് പല പേപ്പേഴ്സ് പഠിക്കാനുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള രണ്ട് പേപ്പറാണ് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും. നമുക്കിപ്പം മൈക്രോ എന്ന് പറഞ്ഞ ഒരു പേപ്പറിലൂടെ തന്നെ നമ്മുടെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യാം. സോ മൈക്രോ എക്കണോമിക്സിന്റെ സബ്ജക്ട് കോഡ് തന്നിട്ടുണ്ട് BECC101. മൈക്രോ എക്കണോമിക്സിന്റെ സബ്ജക്ട് കോഡാണ് BECC101 എന്ന് പറയുന്നത്. ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോക്കകത്ത് മൈക്രോ എക്കണോമിക്സ് എന്തൊക്കെയാണ്, അതിനകത്ത് ടോപ്പിക്സ് എന്തൊക്കെയാണ്, കോൺസെപ്റ്റ് എന്തൊക്കെയാണെന്നൊന്നും ഡീറ്റെയിലി പറയാൻ പോകുന്നതേ ഇല്ല. ജസ്റ്റ് മൈക്രോ എക്കണോമിക്സിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, അതിനകത്ത് ഏതൊക്കെ കണ്ടന്റ് ആണ് എന്ന് പഠിക്കാനുള്ള ആ പേര് നിങ്ങൾക്കൊന്ന് ഫെമിലറൈസ് ചെയ്ത് തരിക മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പഠിക്കാനുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ ഇതെന്താ ഇതൊന്നും ടെൻഷൻ അടിക്കേണ്ട. കാരണം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചാപ്റ്റർ വൈസ് പഠിക്കുമ്പോൾ പഠിക്കും. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇന്നതാണ് പഠിക്കാനുള്ളത്, ഓക്കെ ഇന്നതാണ് പഠിക്കാനുള്ളത് എന്ന് മാത്രം ഫെമിലറൈസ് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൈക്രോ എക്കണോമിക്സിൽ 6 ബ്ലോക്സ് അല്ലെങ്കിൽ 6 ചാപ്റ്റേഴ്സ് ആണ് മെയിൻലി പഠിക്കാനുള്ളത്. ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ, ബ്ലോക്ക് 2 തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ബ്ലോക്ക് 3 പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, ബ്ലോക്ക് 4 മാർക്കറ്റ് സ്ട്രക്ചർ, ബ്ലോക്ക് 5 ഫാക്ടർ മാർക്കറ്റ്, ബ്ലോക്ക് 6 വെൽഫെയർ മാർക്കറ്റ് ഫെയിലിയർ ആൻഡ് ദ റോൾ ഓഫ് ഗവൺമെന്റ്. അങ്ങനെ 6 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 6 ബ്ലോക്സ് ആണ് മൈക്രോ എക്കണോമിക്സിൽ പഠിക്കാനുള്ളത്. മൈക്രോ എക്കണോമിക്സ് ഒക്കെ എന്താന്ന് അറിഞ്ഞൂടെ? എന്താ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ എക്കോണമിയുടെ ഒരു സിംഗിൾ യൂണിറ്റിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീനെയാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. എക്കോണമിയിലെ ഒരു സിംഗിൾ യൂണിറ്റിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീനെയാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പം മാക്രോ എന്ന് പറയുമ്പോഴോ എക്കോണമിയെ മൊത്തത്തിൽ പഠിക്കുന്നത്. അതായത് ഞാൻ ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടിയെ മാത്രം എടുത്ത് പഠിക്കുവാണെങ്കിൽ അത് മൈക്രോ എക്കണോമിക്സും, ഹോൾ ക്ലാസ്സിനെ പഠിക്കുവാണെങ്കിൽ മാക്രോ എക്കണോമിക്സും ആണ്. എക്കോണമിയിലെ സിംഗിൾ യൂണിറ്റ്സ്, ഹൗസ് ഹോൾഡ്, ഫേംസ്, ആ ഒരു സിംഗിൾ യൂണിറ്റ്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീനെയാണ് മൈക്രോ എക്കണോമിക്സ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കപ്പോൾ നോക്കാം ഓരോ ചാപ്റ്റേഴ്സ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ. ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ തന്നെ 3 യൂണിറ്റ്സ് ഉണ്ട്. 3 യൂണിറ്റ്സ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റേഴ്സിൽ കവർ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് ആൻഡ് എക്കോണമി. എക്കണോമിക്സിനെ കുറിച്ചിട്ടും എക്കോണമിയെ കുറിച്ചിട്ടും നിങ്ങൾക്കൊന്ന് ഫെമിലറൈസ് ചെയ്ത് തരിക. അതിനകത്ത് ബേസിക് ടേംസിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുക. അതാണ് ഈ ചാപ്റ്ററിലൂടെ ചെയ്യുന്നത്. ഫസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് സ്കേഴ്സിറ്റി. എന്താണ് സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്? സ്കേഴ്സിറ്റിയുടെ മീനിങ് എന്താണ്? ക്ഷാമം. അതായത് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. എനിക്ക് അത് വേണം, ഇത് വേണം, അത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം. എപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ എന്തായിരിക്കും? അൺലിമിറ്റഡ് ആയിരിക്കും. പക്ഷെ ആ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ നമ്മുടെ കയ്യിൽ റിസോഴ്സസ് ഉണ്ടോ? ടെക്നിക്കലി ആണെങ്കിലും ശരി, ഫിനാൻഷ്യലി ആണെങ്കിലും ശരി, നമ്മൾ പല ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ആ അൺലിമിറ്റഡ് വാൻസിനെയും നീഡ്സിനെയും എങ്ങനെയാണ് ഈ സ്കേഴ്സ് റിസോഴ്സസ് യൂസ് ചെയ്ത് ഫുൾഫിൽ ചെയ്യുന്നത്? ആ ഒരു കോൺസെപ്റ്റ് ആണ് കോൺസെപ്റ്റ് ഓഫ് സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. ദെൻ മീനിങ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ഉൽപാദനം. ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കോട്ടൺ എന്ന് പറയുന്ന ഇൻപുട്ട്. ആ കോട്ടൺ യൂസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് എന്ത്? ഡ്രസ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. സോ ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ദെൻ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും പല പ്രശ്നങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെ എക്കോണമിയിലും പല പ്രശ്നങ്ങളുണ്ട്. എക്കോണമിയുടെ മെയിൻ പ്രോബ്ലത്തിനെ നമുക്ക് 3 ആയിട്ടാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. എല്ലാം നമുക്ക് ഡീറ്റെയിലി പഠിക്കാം. ജസ്റ്റ് കാര്യങ്ങളൊന്ന് പറഞ്ഞു പോവാം. ദെൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. അതായത് തന്നിരിക്കുന്ന റിസോഴ്സും ടെക്നോളജിയും യൂസ് ചെയ്ത് 2 ഗുഡ്സിനെ എങ്ങനെ എഫക്റ്റീവ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഒരു കർവ് ആണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന റിസോഴ്സ്, എക്സാമ്പിൾ വുഡ് ആണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. ടെക്നോളജി, ലേബർ ഇന്റൻസീവ് ടെക്നോളജി. അതൊക്കെ എന്താണ് നമ്മൾ പഠിക്കുക? ഇപ്പൊ ജസ്റ്റ് ഒന്ന് അസീം ചെയ്യുക. ലേബേഴ്സിന് കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ലേബർ ഇന്റൻസീവ് ടെക്നോളജി. അതാണ് ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കാം. റിസോഴ്സസ് എന്താ ഞാൻ പറഞ്ഞ? വുഡ്. ആ വുഡ് ഉപയോഗിച്ച് നമുക്ക് പേപ്പറും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും,
ഫേർണിച്ചറും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ആ തന്നിരിക്കുന്ന വുഡ് എന്ന് പറയുന്ന റിസോഴ്സും ടെക്നോളജിയും യൂസ് ചെയ്ത് ഈ പേപ്പർ എന്ന് പറയുന്നതും ഫേർണിച്ചർ എന്ന് പറയുന്ന രണ്ട് ഗുഡ്സിനെ എഫക്റ്റീവ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കർവിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഇതിലിപ്പോ പേപ്പറിന്റെ പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ എന്തിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കണമായിരിക്കും? ഫേർണിച്ചറിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കണം. സോ അത് തന്നെയാണ്, ഒരു ഗുഡിന്റെ പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ മറ്റൊരു ഗുഡിന്റെ പ്രൊഡക്ഷൻ അവിടെ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, സൊല്യൂഷൻ ഓഫ് സെൻട്രൽ പ്രോബ്ലംസ്. അതായത് നമ്മുടെ എക്കോണമിയിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലത്തിനെ എങ്ങനെ സൊല്യൂട്ട് ചെയ്യാം, എങ്ങനെ ആ പ്രോബ്ലത്തിനെ പരിഹരിക്കാം, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. എക്കണോമിക്സ് മെത്തഡോളജി ആൻഡ് എക്കണോമിക് ലോസ്. എക്കോണമിയെ ഒരു സയൻസ് എന്ന രീതിയിലും പറയുന്നുണ്ട്, എക്കണോമിക്സ് ഈസ് ആൻ ആർട്ട് എന്ന രൂപത്തിലും പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് സയൻസ് എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ആർട്സ് എന്ന് പറയുന്നത്, ആ ഒരു ഡിസ്കഷൻ ആണ് അവിടെ നടക്കുന്നത്. ദെൻ പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ്. എക്കണോമിക്സിന് ഉള്ള എന്താണോ എക്കണോമിക്സിൽ ഒരു ടോപ്പിക് അത് അതുപോലെ അവതരിപ്പിക്കുന്നു. ഫാക്ടിന്റെ ബേസിൽ ഒരു കാര്യത്തെ അതുപോലെ അവതരിപ്പിക്കുന്നതിനെ പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയും. എന്നാൽ ആ അവതരിപ്പിച്ച കാര്യത്തിൽ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് വാല്യൂ ബേസ്ഡ് ജഡ്ജ്മെന്റ് നടത്തുന്നതിനെ നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയും. മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് ഓൾറെഡി പറഞ്ഞു. ഇക്കോണമിയുടെ സിംഗിൾ യൂണിറ്റിന്റെ സ്റ്റഡിയാണ് മൈക്രോ എക്കണോമിക്സ്. എക്കോണമിയെ മൊത്തത്തിൽ പഠിക്കുന്നതാണ് മാക്രോ എക്കണോമിക്സ്. ദെൻ സ്റ്റോക്സ് ആൻഡ് ഫ്ലോസ്. സ്റ്റോക്കും ഫ്ലോയും രണ്ടും വേരിയബിൾസ് ആണ്. വേരിയബിൾസ് എന്ന് വെച്ചാൽ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്ന ഫാക്ടേഴ്സിനെയാണ് വേരിയബിൾ ഫാക്ടർ എന്ന് പറയുന്നത്. ഡീറ്റെയിലി നമുക്ക് പഠിക്കാം. സോ സ്റ്റോക്കും ഫ്ലോയും രണ്ടും വേരിയബിൾ ആണ്. സ്റ്റോക്ക് മെഷർ ചെയ്യുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈമിലും ഫ്ലോ മെഷർ ചെയ്യുന്നത് ഒരു പീരിയഡ് ഓഫ് ടൈമിലാണ്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. രണ്ട് ടൈപ്സ് ഓഫ് എക്കണോമിക്സ് ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സും ഉണ്ട്, ഡൈനാമിക് എക്കണോമിക്സും ഉണ്ട്. അതും നമുക്ക് ഡീറ്റെയിലി പഠിക്കാം. സോ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് ആൻഡ് എക്കോണമി എന്ന് പറയുന്നതിൽ എന്താണ് എക്കണോമിക്സ്, അതിൽ എന്തൊക്കെയാണ് വരുന്നത്, ജസ്റ്റ് ചില പ്രോബ്ലംസ്, അതെല്ലാമാണ് യൂണിറ്റ് 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 2 ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസ്. ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു കൊമ്മഡിറ്റി വാങ്ങാനുള്ള നമ്മുടെ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ്സിനെയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഡിമാൻഡ് ഇസ് എ ഡിസയർ ബാക്ക് ടു ബൈ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു പേ ഫോർ എ കൊമ്മഡിറ്റി. ഒരു ഗുഡ്സ് വാങ്ങാൻ നമുക്ക് കഴിവും ഉണ്ടായിരിക്കണം, അത് വാങ്ങാൻ നമുക്ക് എന്താ ആഗ്രഹവും തോന്നണം. അതാണ് ഡിമാൻഡ്. സപ്ലൈ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പ്രൊഡ്യൂസർ ഒരു പെർട്ടിക്കുലർ ടൈമിൽ പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് വിൽക്കുന്നതിനെയാണ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു പ്രൊഡ്യൂസർ ആണെന്ന് വിചാരിക്കുക. ഞാൻ ഒരു പ്രൈസ് ഫിക്സ് ചെയ്ത് ഇത്ര ക്വാണ്ടിറ്റി മാർക്കറ്റിൽ വിൽക്കാൻ തീരുമാനിച്ചു. അതാണ് എന്റെ സപ്ലൈ എന്ന് പറയുന്നത്. സോ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഡിമാൻഡ് നേച്ചർ എന്താണ്, ഡിമാൻഡ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതായത് പ്രൈസ് ഒരു ഫാക്ടറാണ്, ഇൻകം ഒരു ഫാക്ടറാണ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഒരു ഫാക്ടറാണ്. അങ്ങനെ ഡിമാൻഡ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്. ലോ ഓഫ് ഡിമാൻഡ് അതൊരു കോൺസെപ്റ്റ് ആണ്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് വെച്ചാൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ഡിമാൻഡും പ്രൈസും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. നിങ്ങൾ തന്നെ ആലോചിച്ചപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് പ്രൈസ് കൂടുമ്പോഴത്തേക്ക് അയാൾ എന്താണ്, ഇത് വാങ്ങിക്കണം, എന്റെ കയ്യിൽ എത്ര രൂപയില്ല എന്ന് വിചാരിക്കും. സോ അവിടെ പ്രൈസ് കൂടിയപ്പം ഡിമാൻഡ് എന്ത് ചെയ്യുകയാണ് ചെയ്തത്? ഡിമാൻഡ് ഡിക്രീസ് ചെയ്തു. ഇനി പ്രൈസ് കുറഞ്ഞിരിക്കുന്ന വസ്തു നല്ല ക്വാളിറ്റി ആണ്, അപ്പൊ നമുക്ക് പ്രൈസ് കുറവാണല്ലോ പോയി വാങ്ങിക്കാന്ന് വിചാരിക്കും. പ്രൈസ് കുറയുമ്പോഴത്തേക്ക് അവിടെ എന്ത് ചെയ്യുന്നു? ഡിമാൻഡ് കൂടുന്നു. ബാക്കി ഫാക്ടേഴ്സ് കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് പ്രൈസും ഡിമാൻഡും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അതാണ് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്. ദെൻ ദ ലോ ഓഫ് സപ്ലൈ. ലോ ഓഫ് സപ്ലൈ, കോൺസെപ്റ്റ് ഓഫ് സപ്ലൈ ആൻഡ് ലോ ഓഫ് സപ്ലൈ. സപ്ലൈ എന്താന്ന് പറഞ്ഞു. ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ലോ ഓഫ് ഡിമാൻഡ് നേരെ ഓപ്പോസിറ്റ് ആണ്. ലോ ഓഫ് ഡിമാൻഡ് എന്തായിരുന്നു? പ്രൈസും ഡിമാൻഡും ഇൻവേഴ്സ്ലി റിലേറ്റഡ്. ഇവിടെ പ്രൈസും സപ്ലൈയും ഡയറക്ട്ലി റിലേറ്റഡ് ആണ് ലോ ഓഫ് സപ്ലൈ. ഒരു പ്രൊഡ്യൂസറിന്റെ കോൺസെപ്റ്റിൽ നോക്കുക. ഡിമാൻഡ് എപ്പോഴും കൺസ്യൂമറിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലും അതേപോലെ സപ്ലൈ എന്ന് പറയുന്നത് പ്രൊഡ്യൂസറിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലും ആണ് നോക്കേണ്ടത്. പ്രൊഡ്യൂസറിന്റെ പോയിന്റ് ഓഫ് വ്യൂയിൽ നോക്കുമ്പോൾ പ്രൈസ് കൂടുതലാണ്, പ്രൈസ് നല്ല കൂടുതലാണ്. ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, കുറെ ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ് വിറ്റിട്ട് മാർക്കറ്റിൽ വിൽക്കാം. കാരണം എന്താ, എനിക്ക് പ്രോഫിറ്റ് ആവും, ഒത്തിരി ഇങ്ങോട്ട് പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യുമെന്ന് വിചാരിക്കും. പ്രൈസ് കൂടുമ്പോൾ സപ്ലൈന് എന്തെയും കൂടും. ഇനി പ്രൈസ് കുറവാന്ന് വിചാരിക്കാം. ഒന്നാമതേ പ്രൈസ് കുറവാണ്, ഞാൻ ഇനി ഇതും കൂടെ പ്രൊഡ്യൂസ് ചെയ്ത് നഷ്ടത്തിലാവും. കാരണം ലേബേഴ്സിന് കൊടുക്കണം, റോ മെറ്റീരിയൽസിന് പൈസ കൊടുക്കണം,
എന്റെ കയ്യിലൊന്നുമില്ല. സോ പ്രൈസ് കുറയുമ്പോഴത്തേക്ക് അവിടെ എന്ത് ചെയ്യും? സപ്ലൈ കുറയുകയും ചെയ്യുന്നുണ്ട്. ദെൻ ചേഞ്ചസ് ഇൻ സപ്ലൈ വേഴ്സസ് ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ, ചേഞ്ചസ് ഇൻ ഡിമാൻഡ് വേഴ്സസ് ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്, രണ്ടും ഇതാണ്. ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് അല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ എന്ന് പറയുമ്പോൾ പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് അനുസരിച്ച് ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് അനുസരിച്ച് സപ്ലൈയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ. പ്രൈസ് അല്ലാതെ മറ്റ് ഫാക്ടേഴ്സ് കാരണം ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. പ്രൈസ് അല്ലാതെ മറ്റു ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണം സപ്ലൈയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ചേഞ്ചസ് ഇൻ സപ്ലൈ എന്ന് പറയുന്നത്. പ്രൈസ് അല്ലാതെ ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ തീരുമാനിക്കുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞ ഇൻകം ഉണ്ട്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഉണ്ട്, അഡ്വർടൈസ്മെന്റ് ഉണ്ട്, അങ്ങനെ ടെക്നോളജി ഉണ്ട്, അങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. മനസ്സിലായല്ലോ അത് കോൺസെപ്റ്റ്? അടുത്തത് ഡിറ്റർമിനൻസ് ഓഫ് പ്രൈസ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഡിറ്റർമിനൻസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പം ചേഞ്ചസിനെയാണ് ഇലാസ്റ്റിസിറ്റി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ ഡിമാൻഡ്, പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണം ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ തീരുമാനിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ്, അതൊക്കെ നമുക്ക് ഡീറ്റെയിലി നോക്കാം. ജസ്റ്റ് ഈ ഒരു സെക്കൻഡ് യൂണിറ്റിൽ പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു. എന്താണ് ഡിമാൻഡ്, എന്താണ് സപ്ലൈ, അതിൽ ചേഞ്ച് വന്നാൽ എങ്ങനെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഇനി നോക്കുന്നത് തേർഡ് യൂണിറ്റ് ആണ്. തേർഡ് യൂണിറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻ പ്രാക്ടീസ്. ഇനി ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എപ്പോഴാണ് ഇക്വിലിബ്രിയം ബാലൻസിങ് സ്റ്റേറ്റിൽ എത്തുന്നത്, ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റ്, കർവിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റ്, അതിന്റെ അപ്ലിക്കേഷൻസ്, കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പേപ്പറാണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്വിലിബ്രിയം എങ്ങനെ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും, ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റ് എങ്ങനെയാണ്, പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് നോക്കുന്നത്. ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ ഒരു ബാലൻസിങ് സ്റ്റേറ്റ് എന്നാണ് മീനിങ്. ബാലൻസിങ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഡിമാൻഡും സപ്ലൈയും കൂടെ ഈക്വൽ ആകുന്ന പോയിന്റിലായിരിക്കും ഇക്വിലിബ്രിയം ഫിക്സ് ചെയ്യുന്നത്. ഡിമാൻഡ് 50, സപ്ലൈ 50. ഈ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന പോയിന്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഇക്വിലിബ്രിയം പോയിന്റിനെ കുറിച്ചിട്ടും ഈ ഡിമാൻഡ് ഉണ്ടാകുന്ന ഷിഫ്റ്റിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ തേർഡ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ പറയുവാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിൽ എന്താണ് ഇൻട്രഡക്ഷനകത്ത് ജസ്റ്റ് എക്കണോമിക്സിന്റെ കുറച്ച് കോൺസെപ്റ്റും ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അത് ഇത്രയുമാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ബ്ലോക്കിൽ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, കൺസ്യൂമറിന്റെ ബിഹേവിയർ എങ്ങനെയാണെന്നാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. സെക്കൻഡ് ബ്ലോക്കിൽ നമുക്ക് 2 യൂണിറ്റ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. യൂണിറ്റ് ഫോർ കൺസ്യൂമർ ബിഹേവിയർ, കാർഡിനൽ അപ്രോച്ച്. കാർഡിനൽ അപ്രോച്ച് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്ന സാറ്റിസ്ഫാക്ഷനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റിയെ നമ്പേഴ്സിന്റെ ബേസിൽ മെഷർ ചെയ്യുന്നതിനെയാണ് കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഞാൻ പറയുന്നു, ഞാനിപ്പോ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോൾ എനിക്ക് 10 യൂട്ടിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടി. യൂട്ടിൽസ് എന്ന് പറയുന്നത് യൂട്ടിലിറ്റിയുടെ മെഷറിംഗ് യൂണിറ്റ് ആണ് യൂട്ടിൽ. നമ്മൾ റുപ്പീസ്, ലീറ്റർ, കിലോമീറ്റർ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഒരു മെഷറിംഗ് യൂണിറ്റ് ആണ് യൂട്ടിൽസ്. അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോഴത്തേക്ക് എനിക്ക് 10 യൂട്ടിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടി, 20 യൂട്ടിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അങ്ങനെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനെ നമ്പറിന്റെ രൂപത്തിൽ പ്രസന്റ് ചെയ്യുന്നതാണ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ യൂട്ടിലിറ്റി കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. ബേസിക് അസംപ്ഷൻസ് അബൌട്ട് പ്രിഫറൻസ്, കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്, ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഞാൻ ഒരു കൊമോഡിറ്റി വീണ്ടും കൺസ്യൂം ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഡിക്രീസ് ചെയ്യുന്നു. എനിക്ക് നല്ല വിഷമിരിക്കുക, ഞാൻ കൂടി ബിരിയാണി കഴിച്ചു, എനിക്ക് നല്ല സന്തോഷമായി, കുറച്ച് ദിവസം ഒരു ബിരിയാണിയും കൂടെ കഴിക്കാം. ആദ്യം 10 യൂട്ടിലിറ്റി എനിക്ക് കിട്ടി, രണ്ടാമത് വീണ്ടും ഞാൻ കഴിച്ചപ്പോഴത്തേക്ക് 10 ലെസ്സായി, വീണ്ടും കഴിച്ചപ്പോഴത്തേക്ക് 10 ആയി. എനിക്ക് വേണ്ട, എന്നാലും ആക്രാന്തം കൊണ്ട് കഴിക്കുക, അപ്പോഴത്തേക്ക് അത് 10 4ആയി, 2ആയി. ഇങ്ങനെ ആ യൂട്ടിലിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. ഒരു കൊമോഡിറ്റി വീണ്ടും കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്യുന്നതിനാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. Then consumer equilibrium through utility analysis, derivation of demand curve with the help of law of diminishing marginal utility, consumer surplus, critical evaluation of cardinal utility analysis. ഡെറിവേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതെല്ലാം ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. കൺസ്യൂമർ ഇക്വിലിബ്രിയവും ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്.
കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ കടയിൽ പോയി ഒരു ഷർട്ട് വാങ്ങാൻ തീരുമാനിച്ചു. ആ ഷർട്ടിന് ഞാൻ 1000 രൂപ കൊടുക്കാൻ ബില്ലിംഗ് ആണ്. ബട്ട് ആക്ച്വലി ആ ഷർട്ടിന്റെ പ്രൈസ് 500 രൂപയാണ്. അപ്പൊ എനിക്ക് എത്ര രൂപയാണ് ലാഭം? 500 രൂപ ലാഭമല്ലേ? കാരണം ഞാൻ എന്താണ് എന്റെ വെയിറ്റ് പെയിൻ ആക്ച്വൽ പെയിൻ നമ്മളെ ഡിഫറൻസ് ആണ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. ഞാൻ 1000 രൂപ വരെ കൊടുക്കാൻ ബില്ലിംഗ് ആണ്. കാരണം അത്ര നല്ല ഷർട്ടാണ്, അത്ര ക്വാളിറ്റി ആണ്, എല്ലാം കൊണ്ട് 1000 രൂപ കൊടുക്കാൻ ഓക്കെയാണ്. പക്ഷെ 500 രൂപ ആയുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടിയ സർപ്ലസ് എന്ന് പറയുന്നത് 500 ആണ്. പിന്നെ ഈ കാർഡിനൽ യൂട്ടിലിറ്റി ചെയ്ത കുറച്ച് ലിമിറ്റേഷൻസ് അതെല്ലാമാണ് ഈ കൺസ്യൂമർ ബിഹേവിയർ കാർഡിനൽ അപ്രോച്ച് എന്ന യൂണിറ്റ് 4 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യുന്നത് ടോട്ടലി പറഞ്ഞാൽ കാർഡിനൽ യൂട്ടിലിറ്റിയെ കുറിച്ചിട്ടും ഇതിന്റെ കുറച്ച് ഷിഫ്റ്റും പിന്നെ അതിന്റെ കുറച്ച് ഡയഗ്രമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ ഒക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദെൻ യൂണിറ്റ് 5 കൺസ്യൂമർ ബിഹേവിയർ ഓർഡിനൽ അപ്രോച്ച്. ഇനി ഓർഡിനൽ അപ്രോച്ച് യൂസ് ചെയ്തിട്ടാണെങ്കിൽ എങ്ങനെ കൺസ്യൂമറിന്റെ ബിഹേവിയറിനെ നോക്കാം. ഓർഡിനൽ അപ്രോച്ചിൽ പറയുന്നത് ഒരിക്കലും കൺസ്യൂമറിന്റെ സാറ്റിസ്ഫാക്ഷനെ നമ്പേഴ്സിന്റെ രൂപത്തിൽ അവതരിപ്പിക്കാൻ പറ്റില്ല, അതിനെ നമുക്ക് റാങ്ക് ചെയ്യാനേ പറ്റും എന്നാണ് പറയുന്നത്. കൺസ്യൂമറിന്റെ സാറ്റിസ്ഫാക്ഷനെ നമ്പറിന്റെ രൂപത്തിൽ ഒരിക്കലും പറയാൻ പറ്റത്തില്ല, എനിക്ക് അതിനെ റാങ്ക് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ ഞാൻ ആപ്പിൾ കഴിച്ചപ്പോൾ എനിക്ക് 10 യൂട്ടിലിറ്റി കിട്ടി, ഓറഞ്ച് കഴിച്ചപ്പോൾ എനിക്ക് 20 യൂട്ടിലിറ്റി കിട്ടി എന്ന് പറയുന്നതിനെക്കാട്ടി സാധാരണ ഒരു മനുഷ്യൻ പറയുന്നത് എനിക്ക് ആപ്പിളിനെക്കാട്ടി ഇഷ്ടം ഓറഞ്ച് ആണ്. അപ്പൊ അവിടെ എന്താ റാങ്ക് ആണ്. ആപ്പിളിനെക്കാട്ടി ഇഷ്ടം ഓറഞ്ച് ആണ്. ഓറഞ്ചിന് ഫസ്റ്റ് പ്രിഫറൻസും ആപ്പിളിന് സെക്കൻഡ് പ്രിഫറൻസും ആണ്. ഇത് ഒരു കോമഡിറ്റിയുടെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് റാങ്ക് ചെയ്യുന്നതിനെയാണ് ഓർഡിനൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചും കൺസ്യൂമറിന്റെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ തന്നിരിക്കുന്ന റിസോഴ്സ് യൂസ് ചെയ്ത് രണ്ട് ഡിഫറെന്റ് ഗുഡ്സിന്റെ കോമ്പിനേഷൻ കാണിക്കുന്ന കർവാണ് ഇൻഡിഫറൻസ് കർവ്. ഫോർ എക്സാമ്പിൾ ഗുഡ് എക്സ് ഗുഡ് വൈ, രണ്ട് ഗുഡ്സ് ഉണ്ട് എക്സും വൈയും. ആ എക്സും വൈയുടെ ഡിഫറെന്റ് കോമ്പിനേഷന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇൻഡിഫറൻസ് കർവ്. എക്സ് 10 വൈ 20 അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, എക്സ് 20 വൈ 25 അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. രണ്ട് ഗുഡ്സിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇൻഡിഫറൻസ് കർവ്. ഇത് കൺസ്യൂമറിന് ഏത് കോമ്പിനേഷൻ ആണ് വേണ്ടത് അത് അവർക്ക് ചൂസ് ചെയ്യാം. Some exceptional states of indifferent curve, budget line, shifting budget line, consumer equilibrium through indifferent curve analysis, exceptional states of indifferent curve and corner equilibrium, price effect and combination of income effect and substitution, measuring income and substitution effects of price change, definition of demand curve from indifferent curve, ഇൻഡിഫറൻറ്റ് കർവ് ഓർഡിനൽ യൂട്ടിലിറ്റിയുടെ ഒരു കോൺസെപ്റ്റ് ആണ് ഇൻഡിഫറൻസ് കർവ്. അതിലുണ്ടാകുന്ന ഷിഫ്റ്റിനെ കുറിച്ചിട്ട് ഇൻഡിഫറൻസ് കർവുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പം അത് വെച്ചിട്ട് ഇൻഡിഫറൻസ് കർവിന്റെ റെപ്രസെന്റേഷനും കാര്യങ്ങളുമാണ് കാണിക്കുന്നത്. പിന്നെ പ്രൈസ് എഫക്റ്റ് എന്ന് വെച്ചാൽ പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണം കൺസ്യൂമറിന്റെ പർച്ചേസിംഗ് പവറിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് പ്രൈസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇൻകം എഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണം പർച്ചേസിംഗ് പവറിൽ ഉണ്ടാകുന്ന ചേഞ്ച്. സബ്സ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെയാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഗുഡ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്ക് പകരം മറ്റൊരു കുട്ടി യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ചായയും കോഫിയും രണ്ടും കുടിക്കുന്ന ഒരാളെന്ന് വിചാരിക്കുക, ഏതാണെങ്കിലും പ്രശ്നമല്ല. അതായത് ചായയും കുടിക്കും കോഫിയും കുടിക്കും, രണ്ടും അയാൾക്ക് ഒരുപോലെ ഇഷ്ടമാണ്. അയാൾക്ക് കോഫിയുടെ വില കൂടുമ്പോഴത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ചായ യൂസ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ജാം ആൻഡ് ബട്ടർ രണ്ടും യൂസ് ചെയ്യുന്ന ആളാണ് ബ്രെഡിന്റെ കൂടെ. അങ്ങനെയാണെങ്കിൽ ബട്ടറിന്റെ പ്രൈസ് കൂടുവാണെങ്കിൽ അതൊക്കെ എന്ത് യൂസ് ചെയ്യാം? ജാം യൂസ് ചെയ്യാം. അത്തരത്തിലുള്ള ഗുഡ്സിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറയുന്നത്. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ പ്രത്യേകത ഒരു ഗുഡിന്റെ പ്രൈസ് കൂടുമ്പോഴത്തേക്ക് മറ്റൊരു ഗുഡിന്റെ ഡിമാൻഡും കൂടും. കോഫിയുടെ പ്രൈസ് ഇവിടെ കൂടുകയാണെങ്കിൽ ചായയുടെ എന്ത് കൂടും? ഡിമാൻഡ് കൂടും. ബട്ടറിന്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ ജാമിന്റെ ഡിമാൻഡ് കൂടും. അത്തരത്തിലുള്ള ഗുഡ്സ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. അതിന്റെ എഫക്റ്റിനെ പറയുന്നുണ്ട് നമ്മളിവിടെ. പിന്നെ ഡിമാൻഡ് കർവിൽ ഇൻഡിഫറൻറ്റ് കർവിൽ നിന്ന് എങ്ങനെ ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇൻഡിഫറൻറ്റ് കർവിൽ നിന്ന് എങ്ങനെ ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്യാമെന്നുണ്ട്. ഇങ്ങനത്തെ കുറച്ച് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആണ് ഇതിനകത്ത് പറയുന്നത്. കൺസ്യൂമറിന്റെ ബിഹേവിയറിനെ കാർഡിനൽ എന്നും ഓർഡിനൽ എന്നും തിരിക്കാൻ പറ്റും. അടുത്ത ബ്ലോക്ക് 3 പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ആണ്. അതും 3 യൂണിറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് യൂണിറ്റ് പ്രൊഡക്ഷൻ വിത്ത് 1 വേരിയബിൾ ഇൻപുട്ട്.
ഒരു വേരിയബിൾ ഇൻപുട്ട് വെച്ചുള്ള പ്രൊഡക്ഷൻ, അതായത് ടോട്ടൽ, ആവറേജ് ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ്, ടോട്ടൽ, ആവറേജ് ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ് കർവ്, വേരിയബിൾ പ്രൊപ്പോർഷൻ, റിട്ടേൺ സ്റ്റെയർ ഫാക്ടർ. ഇവിടെ എന്ന് പറയുന്നത് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് വെച്ചാൽ ഒരു തിയറിയാണ്. അതായത് ഇതൊരു ഷോർട്ട് ടേം കോൺസെപ്റ്റ് ആണ്. ഒരു വേരിയബിൾ ഫാക്ടറിനെ മാത്രം ചേഞ്ച് ചെയ്ത് ബാക്കി ഫാക്ടേഴ്സിനെ കോൺസ്റ്റന്റ് ആക്കി വെച്ച് എങ്ങനെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാം. ഒരു വേരിയബിൾ ഫാക്ടറിനെ മാത്രം എന്ത് ചെയ്യുന്നു, ചേഞ്ച് വരുത്തുന്നു, ബാക്കി ഫാക്ടേഴ്സിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. എന്ന് പറഞ്ഞ ഫാക്ടർ കാണും, ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഫാക്ടർ കാണും, ടെക്നോളജി എന്ന് പറയുന്ന ഫാക്ടർ കാണും. ഇങ്ങനെ പല തരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ, ഇപ്പൊ ലേബർ മാത്രം യൂസ് ചെയ്യുന്നു, ബാക്കി ഫാക്ടേഴ്സിനെ കോൺസ്റ്റന്റ് ആക്കി വെച്ച് എങ്ങനെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാം, അതിനെയാണ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. ഇതിലാണ് കുറെ ഉള്ളതാണ്, ഇല്ലാന്ന് മനസ്സിലാക്കിയിരിക്കും. എന്താണ്, ബാക്കി ഫാക്ടേഴ്സിനെ എല്ലാം കോൺസ്റ്റന്റ് ആക്കി വെച്ച് ഒരു ഫാക്ടർ മാത്രം ചേഞ്ച് വരുത്തി എങ്ങനെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാമെന്ന് പഠിക്കുന്നതാണ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ, അല്ലെങ്കിൽ റിട്ടേൺ സ്റ്റെയർ ഫാക്ടർ എന്ന് പറയുന്നു. ഇതിന്റെ കുറച്ച് ടേംസ് ആണ് ടോട്ടൽ പ്രോഡക്റ്റ്, ആവറേജ് പ്രോഡക്റ്റ്, മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ആ ടേംസ് ഒക്കെ നമുക്ക് പിന്നീട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. യൂണിറ്റ് 7, പ്രൊഡക്ഷൻ വിത്ത് 2 and more വേരിയബിൾ ഇൻപുട്ട്. ഇതിനകത്ത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പറയുന്നുണ്ട്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് 2 വേരിയബിൾ ഇൻപുട്സ്, എക്കണോമിക് റീജിയൻ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് റിച്ച് ലൈൻ, ദ ഒപ്റ്റിമൽ കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം, the expansion path, production function with several variable input, economies and diseconomies of scales. അപ്പം ഇതിനകത്തും പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നേരത്തെ ഒരു വേരിയബിൾ ഇൻപുട്ട് വിത്ത് പ്രൊഡക്ഷൻ ആണെങ്കിൽ ഇവിടെ 2 വേരിയബിൾ ഇൻപുട്ട് വിത്ത് പ്രൊഡക്ഷൻ ആണ് പറയുന്നത്. അതായത് നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു, ഒരു വേരിയബിളിന്, ഒരു ഫാക്ടറിനെ മാത്രം ചേഞ്ച് വരുത്തി ബാക്കി ഫാക്ടേഴ്സിനെ കോൺസ്റ്റന്റ് ആക്കി വെച്ച് എങ്ങനെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാം. ഇവിടെ എല്ലാ ഫാക്ടേഴ്സിനെയും വേരി ചെയ്ത് എങ്ങനെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാന്ന് പറയുന്നതിനെയാണ് പ്രൊഡക്ഷൻ വിത്ത് 2 വേരിയബിൾ ഇൻപുട്സ് അല്ലെങ്കിൽ റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. നേരത്തത് റിട്ടേൺസ് ടു ഫാക്ടർ, ഇത് റിട്ടേൺസ് ടു സ്കെയിൽ. ദെൻ ഇവിടെ റിഡ്ജ് ലൈനെ കുറിച്ച് പറയുന്നുണ്ട്. റിഡ്ജ് ലൈൻ ഒരു കോൺസെപ്റ്റ് ആണ്, നമുക്ക് അത് നേരം പഠിക്കാം. ദെൻ എക്സ്പാൻഷൻ പാത്ത് പറയുന്നുണ്ട്. എക്സ്പാൻഷൻ പാത്ത് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡ്യൂസർ ലോങ് റണ്ണിലും ഷോർട്ട് റണ്ണിലും അവരുടെ പ്രൊഡക്ഷനെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ലോങ് റണ്ണിൽ നമ്മളിപ്പോ പറഞ്ഞ പോലെ എല്ലാ ഫാക്ടേഴ്സിനെയും ചേഞ്ച് ചെയ്ത് പ്രൊഡക്ഷനെ എക്സ്പാൻഡ് ചെയ്യുന്നു. ഷോർട്ട് റണ്ണിൽ ഏതെങ്കിലും ഒരു ഫാക്ടറിനെ മാത്രം ചേഞ്ച് ചെയ്ത് പ്രൊഡക്ഷനെ എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു എക്സ്പാൻഷൻ പാത്തിനെ കുറിച്ചിട്ട്, ആ എക്സ്പാൻഷൻ പാത്തിന്റെ ഒരു ഡയഗ്രാംസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ എക്കോണമീസ് ആൻഡ് ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ. എന്താണ് എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക്, ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ചെലവ് കുറയുകയാണെങ്കിൽ എക്കോണമീസ് ഓഫ് സ്കെയിലും, ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഉൽപാദന ചെലവ് കൂടുതലാണെങ്കിൽ ഡിസെക്കോണമീസ് ഓഫ് സ്കെയിലുമാണ്. സോ അങ്ങനെ പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ആ യൂണിറ്റ് 7 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 8, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് കോസ്റ്റ് ഫംഗ്ഷൻ, ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ, തിയറി ഓഫ് കോസ്റ്റ് ഇൻ ഷോർട്ട് റൺ കോസ്റ്റ് കർവ്, ലോങ് റൺ കോസ്റ്റ് കർവ്സ്. കുറച്ച് കോസ്റ്റ് കർവ്സ് ഉണ്ട്, അതായത് ആവറേജ് കോസ്റ്റ് കർവ്, ഫിക്സഡ് കോസ്റ്റ് കർവ്, മാർജിനൽ കോസ്റ്റ് കർവ്. അതിന്റെ എന്താണ് ആ കോസ്റ്റ് കർവ് എന്നും പഠിക്കണം. അതിന്റെ ഡയഗ്രമാറ്റിക്കൽ റെപ്രസെന്റേഷനും വരുന്നുണ്ട്. ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേക്ക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ദെൻ ബ്ലോക്ക് 4. ബ്ലോക്ക് 4-നകത്ത് 4 യൂണിറ്റ്സ് വരുന്നുണ്ട്. ബ്ലോക്ക് 4 മാർക്കറ്റ് സ്ട്രക്ചർ. മാർക്കറ്റ് സ്ട്രക്ചർ എന്താണെന്നാണ്. അതായത് ഇനി പറയുന്ന ആ ചാപ്റ്റേഴ്സിലെല്ലാം ജസ്റ്റ് ഒരു ടോപ്പിക്കിനെ തന്നെയാണ്, ആ ടോപ്പിക്കിന്റെ പല പല കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും നേരം നമ്മൾ അതിനകത്ത് കുറെ പുതിയ ടേംസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഇനി അങ്ങനെയല്ല, ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിന്റെ ഡയഗ്രമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ, അതിന്റെ പ്രോബ്ലംസ്, അതിന്റെ ഫീച്ചേഴ്സ്, ആ ടോപ്പിക്ക് തന്നെയായിരിക്കും ഫുള്ളി വരുന്നത്. സോ യൂണിറ്റ് 9, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഫേം ആൻഡ് ഇൻഡസ്ട്രി ഇക്വിലിബ്രിയം. പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത് അവിടെ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും കാണും. അതായത് അവിടെ പ്രൊഡ്യൂസേഴ്സ്, ഉൽപാദകരുടെ എണ്ണവും കൂടുതലായിരിക്കും, കൺസ്യൂമേഴ്സ്, ഉപഭോക്താവിന്റെ എണ്ണവും കൂടുതലായിരിക്കും. ഇവരുണ്ടാക്കുന്നത് ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആണ്, ഒരേപോലത്തെ പ്രോഡക്റ്റാണ്. ഷേപ്പിലാണെങ്കിലും, സൈസിലാണെങ്കിലും, സ്മെല്ലിലാണെങ്കിലും, കളറിലാണെങ്കിലും, പാക്കേജിലാണെങ്കിലും എല്ലാം സെയിം ഫീച്ചർ ആയിരിക്കും. ഒരേപോലത്തെ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത്.
ഒരേപോലത്തെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രൊഡ്യൂസർ എപ്പോഴും പ്രൈസ് ടേക്കേഴ്സ് ആയിരിക്കും, പ്രൈസ് മേക്കേഴ്സ് അല്ല. കാരണം എന്താ, എല്ലാവരും വിൽക്കുന്ന സെയിം പ്രോഡക്റ്റ് ആണ്. അതിന്റെ സൈസും ഷേപ്പും എല്ലാം എന്താണ്, സെയിം തന്നെയാണ്. അതുകൊണ്ട് ഒരു പ്രൊഡ്യൂസറിന് ഇൻഡിവിജ്വലി തന്റെ ഇഷ്ടത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രോഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഫേമും ഇൻഡസ്ട്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഫേം എന്ന് പറയുന്നത് ഒരു സിംഗിൾ കമ്പനി, ഇൻഡസ്ട്രി എന്ന് പറയുന്ന എ ഗ്രൂപ്പ് ഓഫ് ഫേമിനെയാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സോ ഈ ഒരു യൂണിറ്റിനകത്ത് ഫുള്ളി പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സ്, അതിന്റെ ഡയഗ്രമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്, the firm as a price taker in perfect competitive market, price taking firm's cost structure, the perfectly competitive market, firm in the short run and long run, shutdown point, break-even output for perfect competitive market firms, supply curve of a perfect competitive firm, and for perfect competitive market. കൺഫ്യൂഷൻ ആയ എല്ലാം കൂടെ. എന്തൊക്കെയാ പറയുന്നത് എന്നൊന്ന് വെപ്രാളം പഠിക്കണ്ട. കാരണം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ പഠിക്കാം. ജസ്റ്റ് ഇതൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നൊന്ന് മാത്രം മനസ്സിൽ വെക്കുക. അല്ലാതെ യാതൊരു ടെൻഷനും അടിക്കല്ലേ. ഇവിടെ നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കിയാൽ അറിയാം, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ മോർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെ എണ്ണം കൂടുതലാണ്, സെയിം പ്രോഡക്റ്റ് ആണ്, നോ എൻട്രി ആൻഡ് എക്സിറ്റ് ബാരിയേഴ്സ്. ആർക്ക് വേണമെങ്കിലും പോയി കച്ചവടം നടത്താം, യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. മാർക്കറ്റ് ഷെയർ പെർസെന്റേജ് ഡസ് നോട്ട് മാറ്റർ. എത്ര ഷെയർ ആണ് നമ്മൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ പെർസെന്റേജ് എത്രയാണ്, അതൊന്നും യാതൊരു വിഷയവുമല്ല. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും ഉള്ള മാർക്കറ്റ്, വിൽക്കുന്നത് ഒരേപോലത്തെ പ്രോഡക്റ്റ് ആയിരിക്കും. ആ മാർക്കറ്റിനെ കുറിച്ചിട്ടാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് മൊണോപ്പൊളി, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻ. മൊണോപ്പൊളി എന്ന് പറയുമ്പോഴത്തേക്ക് സിംഗിൾ സെല്ലർ ഉള്ള മാർക്കറ്റിനെയാണ് മൊണോപ്പൊളി എന്ന് പറയുന്നത്. അവിടെ വിൽക്കാനായിട്ട് ഒരൊറ്റ സെല്ലറെ കാണത്തുള്ളൂ. എക്സാമ്പിൾ ആയിട്ട് RBI എന്താ, നമ്മുടെ ഇന്ത്യയിൽ നോട്ട് അച്ചടിക്കാൻ RBIക്ക് മാത്രമേ അവകാശമുള്ളൂ. സോ അത് മൊണോപ്പൊളിയാണ്. പിന്നെ അതേപോലെ റെയിൽവേ, നമ്മുടെ റെയിൽവേ എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്നത് ആരാ, ഗവൺമെന്റ് ആണ്. സോ അത് എന്താണ്, മൊണോപ്പൊളിയാണ്. ഒരു സിംഗിൾ സെല്ലർ ഉള്ള മാർക്കറ്റിനെയാണ് മൊണോപ്പൊളി എന്ന് പറയുന്നത്. അവിടെ പ്രൈസിന് അദ്ദേഹത്തിന് ഫിക്സ് ചെയ്യാം, ഇഷ്ടമുള്ള പ്രൈസ് അവർക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇവിടെ പ്രൊഡ്യൂസർ എന്തായിരിക്കും, പ്രൈസ് മേക്കറാണ്. കാരണം ആ പ്രോഡക്റ്റ് വിൽക്കാൻ എക്കോണമിയിൽ ആരുമില്ല, ഇഷ്ടമുള്ള പ്രൈസ് നമുക്ക് തീരുമാനിക്കാനും പറ്റുന്നുണ്ട്. ഇനി ഇതിന്റെ അകത്ത് ഈ ഒരു മൊണോപ്പൊളിയുടെ ഡിമാൻഡ് ആൻഡ് റവന്യൂ കർവ്സ്, ഇക്വിലിബ്രിയം ഓഫ് മൊണോപ്പൊളി ഫേം, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻസ്, കമ്പാരിസൺ ഓഫ് മൊണോപ്പൊളി വിത്ത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, എഫിഷ്യൻസി ആൻഡ് ഡെഡ് വെയിറ്റ് ലോസ് അണ്ടർ മൊണോപ്പൊളി, price discrimination under monopoly, types and degrees, pricing in public monopoly. മൊണോപ്പൊളിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത്. മൊണോപ്പൊളിയിൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ, ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ ബാലൻസിങ് സ്റ്റേറ്റ് ആണ്, അറ്റൈൻ ചെയ്യാൻ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ അതേപോലെ മൊണോപ്പൊളിയിലെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, മൊണോപ്പൊളിയിൽ നിന്ന് പല ആളുകളിൽ നിന്ന് പല പ്രൈസ് മൊണോപ്പൊളിസ്റ്റിന് ചാർജ് ചെയ്യാൻ പറ്റും. അത് ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. നമുക്കത് ഡീറ്റെയിൽഡി നോക്കാം. സോ ഈ ഒരു മൊണോപ്പൊളി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മൊണോപ്പൊളി എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിന്റെ ഡയഗ്രാംസും കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻ. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും ഉള്ള മാർക്കറ്റ് ആണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും ഉണ്ട്. ഇവർ വിൽക്കുന്നത് ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റ് ആണ്. അതായത് ഉപയോഗം ഒന്ന് തന്നെയാണ്, പക്ഷെ അതിന്റെ ഫീച്ചേഴ്സ് ഡിഫറെന്റ് ആണ്. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, എന്റെ ഉപയോഗം ബാത്തിങ് സോപ്പ്, കുളിക്കുന്ന സോപ്പ് ഉപയോഗം എന്ന് തന്നെയാണ്, പക്ഷെ അതിന്റെ സൈസിലാണെങ്കിലും ഷേപ്പിലാണെങ്കിലും സ്മെല്ലിലാണെങ്കിലും കളറിങ്ങിലാണെങ്കിലും പാക്കേജിങ്ങിലാണെങ്കിലും ഒക്കെ എന്താണ്, പല ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സോപ്പ് അവൈലബിൾ ആണ്. ഇപ്പൊ ലെക്സിന്റെ സോപ്പ്, റെക്സോണ സോപ്പ്, ചന്ദ്രിക സോപ്പ്, അതെല്ലാം ഓരോ ബ്രാൻഡാണ്. അവര് വിൽക്കുന്നത് ബാത്തിങ് സോപ്പാണ്, ബട്ട് ഓരോന്നിനും എന്താ, ഓരോ ഡിഫറൻഷിയേഷൻ ഉണ്ട്. സോ ആ ഒരു മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സ്, അവരുടെ ഡിമാൻഡ് കർവ്, ഇക്വിലിബ്രിയം അണ്ടർ മൊണോപ്പൊളിസ്റ്റിക്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി ആൻഡ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, കമ്പാരിസൺ, തിയറി ഓഫ് എക്സസ് കപ്പാസിറ്റി അണ്ടർ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഇതെല്ലാമാണ് ഡിസ്കസ് ചെയ്യുന്നത്. മൊണോപ്പൊളിസ്റ്റിക് മാർക്കറ്റ് എങ്ങനെ വർക്ക് ചെയ്യും, അതാണ് ഈ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്.
മൊണോപ്പൊളിസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താ, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും ഉണ്ട്, വിൽക്കുന്നത് ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റ് ആണ്. അടുത്തത് യൂണിറ്റ് 12 ഒളിഗോപ്പൊളി, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിഫിഷ്യൻസ്. അതായത് നമ്മുടെ ഒളിഗോപ്പൊളി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഫ്യൂ സെല്ലേഴ്സ് ഉള്ള മാർക്കറ്റാണ്. കുറച്ച് സെല്ലേഴ്സ് മാത്രമേ ഈ മാർക്കറ്റിൽ കാണത്തുള്ളൂ. ഇവര് ഒന്നെങ്കിൽ വിൽക്കുന്നത് ഒരുപോലത്തെ പ്രോഡക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വ്യത്യസ്തമായിരിക്കും. ഹോമോജീനിയസ് ഗുഡും ഹെട്രോജീനിയസ് ഗുഡും ഈ ഒളിഗോപ്പൊളി മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്. അപ്പം ഒളിഗോപ്പൊളി മാർക്കറ്റിൽ കോപ്പറേറ്റീവ് ഉണ്ട്, നോൺ കോപ്പറേറ്റീവ് ബിഹേവിയർ ഉണ്ട്. കോപ്പറേറ്റീവ് എന്ന് വെച്ചാൽ എല്ലാ പ്രൊഡ്യൂസേഴ്സും കൂടെ പറയുന്ന നമുക്ക് ഒരു പ്രൈസ് ഫിക്സ് ചെയ്യാം, ആ പ്രൈസിൽ കൊമോഡിറ്റിയെ സെല് ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്യാം, ആ ക്വാണ്ടിറ്റീസിൽ ഗുഡ്സിനെ സെല് ചെയ്യാന്ന് നമ്മൾ തീരുമാനിക്കും. നോൺ കോപ്പറേറ്റീവ് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുത്തു, ഞാൻ എന്റെ ഇഷ്ടത്തിന് പ്രൈസും ക്വാണ്ടിറ്റിയും ഫിക്സ് ചെയ്യാം എന്ന് പറയുന്നതിനെയാണ് നോൺ കോപ്പറേറ്റീവ് എന്ന് പറയുന്നത്. ദെൻ കാർട്ടൽ തിയറി ഓഫ് ഒളിഗോപ്പൊളി. കാർട്ടൽ എന്ന് പറയുമ്പോൾ ഒരു എഗ്രിമെന്റ് ആണ്. അതായത് ഈ പ്രൊഡ്യൂസേഴ്സ് എല്ലാം കൂടെ പ്രൈസ് ഇത്ര തീരുമാനിക്കാം, ക്വാണ്ടിറ്റി ഇത്ര തീരുമാനിക്കാം എന്നത് ഒരു എഗ്രിമെന്റ് രൂപത്തിൽ എഴുതി തയ്യാറാക്കുന്നതിനെയാണ് കാർട്ടൽ എന്ന് പറയുന്നത്. ഇവിടെ തന്നെ ഒളിഗോപ്പൊളിയുടെ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫ്യൂ സെല്ലേഴ്സേ ഉള്ളൂ, ലാക്ക് ഓഫ് യൂണിഫോമിറ്റി, എൻട്രി ആൻഡ് എക്സിറ്റ് ബാരിയർസ്, കോമ്പറ്റീഷൻ, അഡ്വർടൈസിംഗ്, ഇന്റർഡിപെൻഡൻസ്. ഇവിടെ ഹോമോജീനിയസും ഉണ്ട്, ഹെട്രോജീനിയസും ഉണ്ട്. അതുകൊണ്ട് തന്നെ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അഡ്വർടൈസ്മെന്റ് ഉണ്ടെങ്കിൽ ഇവർക്ക് ഈ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ഒളിഗോപ്പൊളി എന്ന് വെച്ചാൽ കുറച്ച് സെല്ലേഴ്സ് മാത്രമുള്ള മാർക്കറ്റാണ് ഒളിഗോപ്പൊളി മാർക്കറ്റ്. ബ്ലോക്ക് 5 ഫാക്ടർ മാർക്കറ്റിനെ കുറിച്ചിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഫാക്ടർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എത്ര ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്? 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. 4 ഫാക്ടേഴ്സ് ആണ് എക്കോണമിയിൽ ഉള്ളത്. ലാൻഡിന്റെ റിവാർഡ് എന്ന് പറയുന്നത് റെന്റ് ആണ്, ലേബറിന്റെ റിവാർഡും വേജ് ആണ്, ക്യാപിറ്റലിന്റെ റിവാർഡ് ഇൻട്രസ്റ്റ് ആണ്, അതുപോലെ ഓൺട്രപ്രണറിന്റെ റിവാർഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. 4 ഫാക്ടേഴ്സ്. റിവാർഡ് എന്ന് വെച്ചാൽ എന്താ, പ്രതിഫലം. സോ 4 ഫാക്ടേഴ്സിനെ കുറിച്ചുണ്ട്. ആ ഫാക്ടറിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് ഫാക്ടർ മാർക്കറ്റിൽ. ആദ്യത്തത് യൂണിറ്റ് 13 ഫാക്ടർ മാർക്കറ്റ് ആൻഡ് പ്രൈസിംഗ് ഡിസിഷൻ. ഫാക്ടർ മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ആ ഫാക്ടേഴ്സിന്റെ സെയിലും പെർച്ചേസും കാണിക്കുന്ന മാർക്കറ്റാണ് ഫാക്ടർ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ആ മാർക്കറ്റിൽ നമുക്ക് വരുന്ന ചേഞ്ചസിനെ കുറിച്ചിട്ടും ആ ഓൺട്രപ്രണർ എങ്ങനെയാണ് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ യൂസ് ചെയ്യുന്നത്, അതിനെല്ലാം കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഈ ഒരു ഫാക്ടർ മാർക്കറ്റ് എന്ന് പറയുന്ന യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. അതിന്റെ കോൺസെപ്റ്റ്സും ഫാക്ടർ പ്രൈസിങ്ങും ഇത് എങ്ങനെ പ്രൈസ് ചെയ്യുമെന്നത്. ഇപ്പൊ ഇവിടെ തന്നെ നോക്കിയാൽ ഫേം ആൻഡ് ഹൗസ് ഹോൾഡ് 2 യൂണിറ്റ്സ് ഉണ്ട്. അതിൽ ഹൗസ് ഹോൾഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഒക്കെ ഫേംസിന് കൊടുക്കും. ഫേംസ് അതിന്റെ റിവാർഡായ റെന്റ്, വേജ്, ഇൻട്രസ്റ്റ് എല്ലാം ആർക്ക് കൊടുക്കും? ഹൗസ് ഹോൾഡിന് കൊടുക്കും. ഫേം ഇത് യൂസ് ചെയ്ത് എന്ത് ചെയ്യും? ഫേം ഇത് യൂസ് ചെയ്ത് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ആർക്ക് കൊടുക്കും? ഹൗസ് ഹോൾഡിന് കൊടുക്കും. അപ്പൊ ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യും? ആ ഗുഡ്സ് ആൻഡ് സർവീസിന് പർച്ചേസ് ചെയ്യും. സോ അതൊരു സൈക്ലിക്കൽ പ്രോസസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് ലേബർ മാർക്കറ്റ്. ലേബേഴ്സിന്റെ സെയിലും പെർച്ചേസും നടക്കുന്ന മാർക്കറ്റാണ്. ഈ മാർക്കറ്റിൽ പലതരത്തിലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇതിന് ലേബർ മാർക്കറ്റിൽ പല പോളിസീസ് ഉണ്ട്. ചുമ്മാ ഒരു ലേബറിനെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ആ ലേബേഴ്സിന് വേണ്ടി കുറെ പോളിസീസ് ഉണ്ട്. ലേബേഴ്സിൽ തന്നെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ലേബേഴ്സിന് പലർക്കും പല പല സാലറീസ് ആയിരിക്കും. അത് എന്തിന്റെയൊക്കെ ബേസിലാണ്? ടെക്നോളജി ബേസിലാണോ, എഡ്യൂക്കേഷൻ ബേസിലാണോ, സ്കിൽസിന്റെ ബേസിലാണോ? അപ്പൊ ലേബർ മാർക്കറ്റിൽ എന്തിന്റെ ബേസിലാണ് ആ വേജസിൽ ഡിഫറെന്റ് വരുന്നത്, അതിനെക്കുറിച്ച് ടോട്ടലി നോക്കുന്ന ഒരു യൂണിറ്റ് ആണ് ലേബർ മാർക്കറ്റ്. ദെൻ ലാൻഡ് മാർക്കറ്റ്. ലാൻഡിന്റെ പർച്ചേസും സെയിലുമാണ് ലാൻഡ് മാർക്കറ്റിൽ നടക്കുന്നത്. ഈ ലാൻഡ് പലതരത്തിലുള്ള ലാൻഡ് ടാക്സ് ഉണ്ട്. അതുപോലെ ലാൻഡിന്റെ റിവാർഡാണ് എന്ത്? റെന്റ് എന്ന് പറയുന്നത്. റെന്റ് തിയറീസും ലാൻഡ് മാർക്കറ്റിന്റെ ഓവർവ്യൂ. ഇവിടെ ലാൻഡ് മാർക്കിന്റെ പോളിസീസും ഉണ്ട്. ലാൻഡ് ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യണം, അതിന്റെ ഒരു ലാൻഡ് വാല്യുവേഷൻ കാണും, ഫിനാൻഷ്യൽ സർവീസ് കാണും. അങ്ങനെ ലാൻഡ് മാർക്കറ്റിന്റെ പോളിസീസിനെ കുറിച്ചും റെന്റ് തിയറീസിനെ കുറിച്ചും ലാൻഡിനുള്ള ടാക്സിനെ കുറിച്ചിട്ടുമൊക്കെയാണ് ലാൻഡ് മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ബ്ലോക്ക് 6 വെൽഫെയർ മാർക്കറ്റ് ഫെയിലിയർ ആൻഡ് ദ റോൾ ഓഫ് ദ ഗവൺമെന്റ്. അതിലും 2 യൂണിറ്റ്സ് ആണുള്ളത്. Unit 16 Welfare Allocative Efficiency under Perfect Competition. Efficiency, definition of concepts, efficiency in a perfectly competitive market firm, efficiency in a perfectly competitive market economy, competitive prices and efficiency, the first fundamental theorem of welfare economics, departing from the competitive assumptions. കുറേ എഫിഷ്യൻസി, അതായത്
പരേറ്റോ ഒപ്റ്റിമാലിറ്റി എന്നൊക്കെ പറഞ്ഞ എഫിഷ്യൻസി തിയറീസ് ഉണ്ട്. എങ്ങനെയാണ് മാർക്കറ്റ് എഫിഷ്യന്റ് ആകുന്നത്, എങ്ങനെയാണ് ഇത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് മാർക്കറ്റിലെ കാര്യങ്ങൾ നടക്കുന്നത്, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള തിയറീസും പിന്നെ മാർക്കറ്റിലെ എഫിഷ്യൻസി അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് കാണിക്കുന്ന ഡയഗ്രാംസും ഒക്കെ ഉള്ള ഒരു ടോപ്പിക്കാണിത്. Next, Unit 7, Efficiency of the Market Mechanism, Market Failure and the Role of the State. Departure from the assumption of perfect competition, deviation between marginal cost and marginal private cost, and social and private benefits, internalizing externalities. ഇതിനകത്ത് നമ്മൾ മാർക്കറ്റ് മെക്കാനിസത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മാർക്കറ്റ് മെക്കാനിസം എന്ന് വെച്ചാൽ ഡിമാൻഡും സപ്ലൈയും കൂടെ ചേർന്ന് എങ്ങനെയാണ് ഒരു കൊമോഡിറ്റിയുടെ പ്രൈസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയെ ഫിക്സ് ചെയ്യുന്നത്, അതിനെയാണ് മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പല ടേംസിനെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം മാർജിനൽ സോഷ്യൽ കോസ്റ്റ്, മാർജിനൽ പ്രൈവറ്റ് കോസ്റ്റ്. മാർജിനൽ കോസ്റ്റിനെ തന്നെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും, പ്രൈവറ്റ് കോസ്റ്റ് എന്നും സോഷ്യൽ കോസ്റ്റ് എന്നും. പ്രൈവറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡ്യൂസറിന് ഉണ്ടാകുന്ന ഒരു കോസ്റ്റ് ആണ്. റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ ലേബേഴ്സിന് സാലറി കൊടുക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന കോസ്റ്റ് ആണ്. സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന ഒരു കോസ്റ്റ് ആണ് സോഷ്യൽ കോസ്റ്റ്. ഇപ്പൊ നമ്മളൊരു ഇൻഡസ്ട്രി തുടങ്ങി, അപ്പൊ ആ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അങ്ങനെ സൊസൈറ്റിക്ക് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ മാർജിനൽ സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് പല ടൈപ്പിലുണ്ട്. സോഷ്യൽ കോസ്റ്റ്, പ്രൈവറ്റ് കോസ്റ്റ്, എക്സ്റ്റേണൽ കോസ്റ്റ്, ഇന്റേണൽ കോസ്റ്റ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് കോസ്റ്റ് ഉണ്ട്. പിന്നെ എക്സ്റ്റേണാലിറ്റീസ്. എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത് ഒരു ഗുഡ്സ് ആൻഡ് സർവീസിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കൺസംഷൻ എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയെ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അഫക്ട് ചെയ്യുന്നുണ്ട്. അത് പോസിറ്റീവ്ലി അഫക്ട് ചെയ്യാം, നെഗറ്റീവ്ലിയും അഫക്ട് ചെയ്യാം. അതിനെയാണ് എക്സ്റ്റേണാലിറ്റി എന്ന് പറയുന്നത്. ഒരു ഗുഡ് ആൻഡ് സർവീസസ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിനെ വിൽക്കുമ്പോഴോ അത് തേർഡ് പാർട്ടിയെ അഫക്ട് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഞാനൊരു ഇൻഡസ്ട്രി, കെമിക്കൽ ഇൻഡസ്ട്രിയാണ് നടത്തുന്നത്. അതിനുകൊണ്ട് എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നു. ഞാൻ കാരണം ഒരു തേർഡ് പാർട്ടി, സൊസൈറ്റിയിലുള്ള ബാക്കിയുള്ളവർക്ക് ഞാൻ അത് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നു. അത് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ്. സോ ഇത്രയൊക്കെയുള്ള നമ്മൾക്ക് പഠിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പറയാം. ബ്ലോക്ക് 1 ഈ ഇൻട്രൊഡക്ഷനകത്ത് കുറച്ച് കോൺസെപ്റ്റ്സ് പറയുന്നു. ബ്ലോക്ക് 2 തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, കൺസ്യൂമറിന്റെ കാർഡിനൽ അപ്രോച്ചും ഓർഡിനൽ അപ്രോച്ചും പറയുന്നു. ബ്ലോക്ക് 3 പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, എന്താണ് പ്രൊഡക്ഷൻ, എന്താണ് അതിന്റെ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, അങ്ങനത്തെ കോസ്റ്റ്. ബ്ലോക്ക് 4 മാർക്കറ്റ് സ്ട്രക്ചർ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ട്, മൊണോപ്പൊളി ഉണ്ട്, മൊണോപ്പൊളിസ്റ്റിക് ഉണ്ട്, ഒളിഗോപ്പൊളി ഉണ്ട്. ബ്ലോക്ക് 5 ഫാക്ടർ മാർക്കറ്റ്, എന്താണ് ഫാക്ടർ മാർക്കറ്റ്, അതിനകത്ത് ലാൻഡ് മാർക്കറ്റ് എന്താണ്, ലേബർ മാർക്കറ്റ് എന്താണ്, അങ്ങനത്തെ ഫാക്ടർ മാർക്കറ്റ് നമ്മൾ നോക്കുന്നു. ബ്ലോക്ക് 6 വെൽഫെയർ മാർക്കറ്റ് ആൻഡ് ദ റോൾ ഓഫ് ദ ഗവൺമെന്റ്. നമ്മൾ പറഞ്ഞു വെൽഫെയർ തിയറി, പരേറ്റോ ഒപ്റ്റിമാലിറ്റി തിയറി ഒക്കെ ഉണ്ട്. എപ്പോഴാണ് എക്കോണമി, ഏത് പ്രൊഡക്ഷൻ യൂണിറ്റിൽ എത്തുമ്പോഴാണ് എക്കോണമിക്ക് വെൽഫെയർ ഉണ്ടാകുന്നത്, പിന്നെ അതിന് ഗവൺമെന്റ് എന്ത് റോള് ചെയ്യുന്നുണ്ട്, എന്താണ് എക്സ്റ്റേണാലിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ബ്ലോക്ക് 6 ഡിസ്കസ് ചെയ്യുന്നത്. എനിക്കറിയാം കുറെ പേർക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലായി കാണില്ല, പക്ഷെ നിങ്ങൾ വറി ചെയ്യേണ്ട. ആകെ ഞാൻ ഇവിടെ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് എത്ര ബ്ലോക്സ് ഉണ്ട്, അതിൽ എന്തൊക്കെ പഠിക്കുന്നു എന്ന ഒരു ടേം നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരിക. ഈ ഒരു ടേം മാത്രം ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. നിങ്ങൾ ഈ PPT കിട്ടുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അല്ലാതെ എനിക്ക് മനസ്സിലായില്ലല്ലോ, ആ ടേം എന്താണ്, ഈ ടേം എന്താണ്, ഒന്നും വറി ചെയ്യേണ്ട. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ചാപ്റ്റർ വൈസ്. സോ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് എത്ര ബ്ലോക്സ് ഉണ്ട്, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിൽ ഏതൊക്കെ യൂണിറ്റ്സ് ആണ് പഠിക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് ഫെമിലറൈസ് ചെയ്ത് തരിക മാത്രമാണ്. you understand that. നെക്സ്റ്റ് വീഡിയോ തൊട്ട് ഓരോ ചാപ്റ്റേഴ്സും എന്തൊക്കെയാണ് അതിനകത്ത് പഠിക്കാനുള്ളതെന്ന് ഡീറ്റെയിലി തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, എന്തൊക്കെയാണ് അതിൽ പഠിക്കുന്നത്, അത് മാത്രം ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.